29,999 രൂപയ്ക്ക് ഇറങ്ങിയിരിക്കുന്ന ഈ ഫോൺ ലെജൻഡറി പോക്കോ F1 പോലെ തന്നെ പ്രൈസ് കുറവ്, എന്നാൽ സ്പെസിഫിക്കേഷൻ വളരെയധികം കൂടുതലും. 1.8 മില്യൺ മുകളിലാണ് ടു സ്കോർ വന്നിരിക്കുന്ന ഈ ഫോൺ 24 മണിക്കൂർ ഉപയോഗിച്ച ശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. അത് നിങ്ങളും ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ഈ ഫോൺ പോയി വാങ്ങിക്കുക. ഞാൻ ഈ ഫോൺ കണ്ടപ്പോൾ തന്നെ എന്തോ എന്നെ ഹഠാതങ്ങ് ആകർഷിക്കുക. അതിപ്പോൾ ഈ ഗ്ലാസ് ബാക്ക് ആണോ, 3D സ്നാപ്ഡ്രാഗണിന്റെ ലോഗോ ആണോ, ഗ്ലോ ചെയ്യുന്ന പോലെ തോന്നുന്ന സ്പ്ലിറ്റ് ആയിട്ടുള്ള ക്യാമറ മോഡ്യൂളാണോ, ഈ റെഡ് കളറിലുള്ള ആക്സൻസ് ആണോ, എന്താണെന്നറിയില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, ബട്ട് എനിക്ക് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു. അധികം ഫാൻസ് ഇഷ്ടപ്പെടാത്തവർക്ക് ഇതിന്റെ ബ്ലാക്ക് വെർഷനും വൈറ്റ് വെർഷനും ഉണ്ട്. പക്ഷെ ബ്ലാക്ക് ആയാലും വൈറ്റ് ആയാലും ഒരു പ്രശ്നമുണ്ട്. ഈ ഗ്ലാസ് ബാക്ക് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെ സ്മഡ്ജസ് ഇതിൽ നല്ലപോലെ അറിയും. എന്തായാലും ഈ മഞ്ഞ ബോക്സിനകത്ത് ഫോൺ കൂടാതെ ഈ ഫിംഗർ പ്രിന്റിന്റെ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ഒരു നല്ല ക്വാളിറ്റി ബ്ലാക്ക് കളറിൽ കേസ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഡോക്യുമെന്റേഷൻസ്, ടൈപ്പ് എ ടു ടൈപ്പ് സി കേബിളും 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും ഉണ്ട്. സാധനം അത്യാവശ്യം ഹെവി ഫോണാണ്. 225 ഗ്രാമോളം ഇതിന്റെ വെയിറ്റ് വരുന്നുണ്ട്. ഈ വെയിറ്റ് വരാൻ 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ആണ്, ഗൊറില്ല ഗ്ലാസ് 7i. രണ്ടാമത്തേത് ഈ ചുറ്റുമുള്ള ഫ്രെയിം മെറ്റൽ ഫ്രെയിമാണ്. പക്ഷെ മൂന്നാമത്തെ റീസൺ അതെന്താണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. എന്തായാലും ഫോണിന്റെ റൈറ്റ് സൈഡിലായിട്ട് പവർ ബട്ടൺ, വോളിയം റോക്കേഴ്സ്, ലെഫ്റ്റ് സൈഡിൽ ഒന്നും തന്നെ ഇല്ല. ചുറ്റും നിങ്ങൾക്ക് ആന്റന ബാൻഡ്സ് കാണാം. താഴെയായിട്ട് സ്പീക്കറിൽ USB ടൈപ്പ് സി പോർട്ട്, സിം ട്രേ ഉണ്ട്. മൈക്രോ സ്റ്റിക്ക് ഇടാൻ പറ്റില്ല, ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ്. മുകളിലായിട്ട് നിങ്ങൾക്ക് സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്രോഫോണും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ IR ബ്ലാസ്റ്റർ വരുന്നില്ല. IP68 ആൻഡ് IP69 സർട്ടിഫിക്കേഷനുള്ള ഈ ഒരു ഡിവൈസിൽ ഞാനൊരു ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിൾ എടുത്ത് ഇതിന്റെ പുറകെ കുത്തി മറ്റേ അറ്റം എന്റെ ഫോണിലേക്ക് കുത്തി കഴിഞ്ഞാൽ പോകോയിൽ റിവേഴ്സ് ചാർജിങ് ഓൺ ആക്കിയ ഉടനെ എന്റെ മറ്റേ ഫോൺ ഫാസ്റ്റ് ചാർജ് ആവുന്നു. യെസ്, 22.5 വാട്ടിൽ ഇതിന് റിവേഴ്സ് ചാർജ് ചെയ്യാൻ പറ്റും. ആൻഡ് ആ ഒരു വെയിറ്റ് കൂടി ഇതിന്റെ മൂന്നാമത്തെ റീസണും ഇത് തന്നെയാണ്. 7550 mAh ഒരു വലിയ ബാറ്ററി ഇതിനകത്തുണ്ട്. ലിറ്ററലി ഇതൊരു പവർ ബാങ്ക് ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടു കിടക്കാം. പക്ഷേ ഈ ഇത്രയും വലിയ MAH ഉള്ള ബാറ്ററി അല്ല എന്നെ ഞെട്ടിച്ചത്. ഈ വലിയ MAH ഉള്ള ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വെറും 1 മണിക്കൂർ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളതാണ്. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിലുള്ളതുകൊണ്ട്. ഇനി ബാറ്ററി കൂടാതെ അടുത്ത വലിയ ഐറ്റമാണ് ഇതിൻ്റെ മുന്നിലുള്ള ഈ ഒരു ഡിസ്പ്ലേ. 30,000 രൂപയുടെ പ്രൈസ് റേഞ്ചിൽ ഇത്രയും വലിയ 6.83 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ഉള്ള വേറെ ഫോണൊന്നും ഇപ്പോൾ ഇറങ്ങിയിട്ടില്ല. വലിപ്പം മാത്രമല്ല, 120 ഹെർട്സ് ഡിസ്പ്ലേ ആണ്. 1.5K റെസൊല്യൂഷൻ ഉണ്ട്. HDR സപ്പോർട്ടഡ് ആണ്. ഡോൾബി വിഷൻ സപ്പോർട്ടഡ് ആണ്. ആൻഡ് പല ആൾക്കാരും POLED ഡിസ്പ്ലേ ആണെന്ന് വെച്ചു. POLED ഡിസ്പ്ലേ അല്ല, AMOLED ഡിസ്പ്ലേ ആണ്. ഡയറക്റ്റ് സൺലൈറ്റിന് അടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഹയസ്റ്റ് ബ്രൈറ്റ്നസ് വരുന്നത് 1700 നിറ്റ്സ് ആണ്. പുറത്തും അകത്തും വിസിബിലിറ്റിക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. HDR കോണ്ടന്റ് കാണുന്ന സമയത്ത് മാത്രം നിങ്ങൾക്ക് 3200 നിറ്റ്സ് വരെ മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ് പോകും. ആൻഡ് ഓൾസോ ഡിസ്പ്ലേയുടെ ചുറ്റുമുള്ള ബെസൽ ഭയങ്കര യൂണിഫോം ആയിട്ട് ഭയങ്കര ചെറുതാണ്. അപ്പോൾ ഒരു പ്രീമിയം ഫീൽ, പ്രീമിയം ലുക്ക് നമുക്ക് തരുന്നുണ്ട്. ആൻഡ് ഒബ്വിയസ്ലി ഇത്രയും വലിയ ബാറ്ററി ഉള്ളതുകൊണ്ട് ഒരു ഗെയിമിംഗ് ഫോൺ ആയതുകൊണ്ട് കുറേ അധികം നേരം നമ്മൾ സ്ക്രീൻ നോക്കിയിരിക്കും. ആൻഡ് ഇരുട്ടത്തൊക്കെ നിങ്ങൾ ലോ ബ്രൈറ്റ്നസ്സിലൊക്കെ കുറേ നേരം ഗെയിം കളിച്ചാൽ ഒരു ഐ സ്ട്രെയിൻ ഒഴിവാക്കാൻ വേണ്ടി PWM ഡിമ്മിങ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഡിസ്പ്ലേയുടെ ഈ ഒരു ഭാഗത്താണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നത്. അത്യാവശ്യം ഫാസ്റ്റ് ആണ്. പക്ഷേ എൻ്റെ പൊസിഷൻ എൻ്റെ ഈ ഒരു കൈക്കും ഈ ഒരു സ്ക്രീനിൻ്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഭയങ്കര താഴെയാണ്. എൻ്റെ ഇവിടെയാണ് കൈ എത്തുന്നത്. ബട്ട് ഇത് എത്തിപ്പെടാൻ കുറച്ച് പാടാണ്. പ്ലസ് നിങ്ങൾ ഈ ഒരു സാധനം കൂടി ഒന്ന് വാങ്ങി വെച്ചോളൂ. കാരണം ഇതൊരു ഗെയിമിംഗ് ഫോൺ ആണെങ്കിലും 3.5 ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. ഹെഡ്ഫോൺ ജാക്ക് ഇല്ലാതെയാണ് നിങ്ങൾ കളിക്കുന്നതെങ്കിൽ യെസ്, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട്. പക്ഷേ താഴെയുള്ള സ്പീക്കറിനേക്കാളും മുകളിലുള്ള സ്പീക്കറിന് ലേശം ലൗഡ്നെസ് കുറവായിട്ട് തോന്നുന്നുണ്ട്. ബട്ട് സ്പീക്കറിന്റെ ഔട്ട്പുട്ട് നല്ലതാണ്. ഈ പുറകെ കാണുന്ന ഈ ഒരു ലോഗോയുടെ അടിയിലായിട്ട് നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ 8S Gen 4 ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ കഷ്ടമായി പോയി. കാരണം ഒരു ഗെയിമിംഗ് ഫോൺ ആയതുകൊണ്ട് ഒരു 8 എങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചു. എന്നുള്ള കമന്റ് നിങ്ങൾ ഇടുവാണെങ്കിൽ ദയവ് ഇതൊരു കാര്യം ഓർക്കണം. 30,000 രൂപയ്ക്കുള്ളൊരു ഫോണാണ്. ഈ ഒരു പ്രൈസിന് എനിക്ക് തോന്നുന്നു ഇപ്പം കിട്ടാവുന്ന ഓണത്തെ ബെസ്റ്റ് പ്രോസറാണ് ഈ ഒരു 8S Gen 4 എന്ന് പറഞ്ഞ്. ഗെയിമിംഗ് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള മറ്റ് ഫോണിൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഇറങ്ങിയ IQ Neo 10 നോക്കിയാലും അതിലും ഈ ഒരു സെയിം ചിപ്സെറ്റ് ആണ് വരുന്നത്. ആൻഡ് ഈ പ്രൈസിനും ഈ ചിപ്സെറ്റ് 1.8 മില്യൺ AnTuTu സ്കോർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പ്രോസറാണ്. പക്ഷേ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ AnTuTu സ്കോർ റൺ ചെയ്യുന്ന സമയത്ത് ഏകദേശം 10 ഡിഗ്രി വരെ ടെമ്പറേച്ചർ റൈസ് ആവുന്ന കണ്ടു. മാക്സിമം ഏകദേശം 47 ഡിഗ്രീസ് വരെയാണ് ടെമ്പറേച്ചർ പോയത്. അതിന് 47 ഡിഗ്രീസ് എന്ന് പറയുന്നത് ലേശം ഒരു ഹീറ്റിംഗിന്റെ സൈഡിലാണെങ്കിലും അത് AnTuTu പോലെയുള്ള ഹൈ സ്ട്രെസ് ടാസ്കുകളൊക്കെ കണ്ടിന്യൂസ്ലി റൺ ചെയ്യുമ്പോൾ മാത്രം നോട്ടീസ് ചെയ്യുള്ളൂ. അല്ലാണ്ട് നോർമൽ യൂസിന് അല്ലെങ്കിൽ പ്രൊലോങ്ഡ് ആയിട്ട് നിങ്ങൾ ഗെയിമിംഗ് ചെയ്യുന്ന സമയത്തൊന്ന് ഹീറ്റിംഗ് ഇഷ്യൂ ആയിട്ട് നോട്ടീസ് ചെയ്യില്ല. ഈ സ്നാപ്ഡ്രാഗൺ ലോഗോയുടെ ചുറ്റും അടിച്ചാലും
വാംത്ത് ഉണ്ടാവും. അത് ഏതൊരു ഗെയിമിംഗ് ഫോണിനാണെങ്കിലും ഉണ്ടാവും. പ്ലസ് ഗ്ലാസ് ബാക്ക് ആണ് ആൻഡ് മെറ്റൽ ഫ്രെയിം ആയതുകൊണ്ട് കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നുമെന്ന് മാത്രം. അല്ലാതെ ഒരു ഇഷ്യൂ ആയിട്ടോ അത് പെർഫോമൻസിനെ ബാധിക്കുന്നതായിട്ടൊന്നും തോന്നിയില്ല. എന്നാൽ ഈ പ്രൈസിൽ അവർ ഒരു വിട്ടുവീഴ്ച വരുത്തിയില്ല, വിച്ച് ഇസ് 256GB ഒരു ബേസ് വേരിയൻ്റാണ് കൊടുക്കുന്നത്. 12GB LPDDR5X റാമും 256 and 512GB UFS 4.1 ഫാസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജുമാണ് കൊടുത്തിരിക്കുന്നത്. ഒബ്വിയസ്ലി ഒരു ഗെയിമിംഗ് ഫോണാണ്, പെർഫോമൻസ് ഇസ് എ മസ്റ്റ്. ഇനി ഇനിഷ്യൽ യൂസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഗെയിംസ് ടെസ്റ്റ് ചെയ്ത് നോക്കി. കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ പുഷ്പം പോലെ 120 FPS കളിക്കാനായിട്ട് പറ്റുന്നുണ്ട്. യാതൊരു ഗ്ലിച്ച്, ലാഗ്, സ്റ്റട്ടർ ഇതൊന്നും ഫേസ് ചെയ്തില്ല. BGMIയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ 120 FPS BGMIയിലില്ല, 90 FPS ആണ് BGMIയിൽ ഇപ്പോഴത്തേക്കുള്ളത്. മേ ബി ഫോൺ ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇതിൻ്റെ ഫസ്റ്റ് സെയിലൊക്കെ വരുന്നല്ലേ ഉള്ളൂ. അപ്പോഴേക്കും അപ്ഡേറ്റ് കൊടുത്ത് റെഡിയാക്കുമായിരിക്കും. ബട്ട് യെസ്, അതൊരു പെർഫോമൻസ് തന്നെയാണ് കിട്ടുന്നത്. ആൻഡ് ഒബ്വിയസ്ലി ചിപ്സെറ്റ്, മികച്ച റാം, സ്റ്റോറേജ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ പോക്കോയുടെ ഫോണാണ്. സോ പെർഫോമൻസ് എന്ന് പറയുന്നതിൽ വിട്ടുവീഴ്ച വരുത്താറില്ല, ഇതിലും വരുത്തിയിട്ടില്ല. ഇനി ഇത് റൺ ചെയ്യുന്നത് ഷവോമിയുടെ HyperOS 15 ഈ അടുത്തായിട്ട് കണ്ടുവരുന്നൊരു ട്രെൻഡാണ്. എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളും പൊതുവെ കുറച്ചുകൂടി സ്മൂത്ത്നെസ് കൂടി വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ നോട്ടിഫിക്കേഷൻ പാനലിലേക്ക് ഇങ്ങനെ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ ഒഴുകി വരിക, ആ ഒരു കൺട്രോൾ പാനൽ തൊടുമ്പോൾ തന്നെ ഒഴുകി വരിക, ആപ്പ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോഴൊക്കെ സീംലെസ്ലി പാനലായിട്ട് ആനിമേഷൻസ് റൺ ചെയ്യുന്നൊരു പ്രവണത ഇതൊക്കെ ഈ ഒരു HyperOS 15 വന്നിട്ടുണ്ട്. 3 കൊല്ലത്തെ ഒരു OS അപ്ഡേറ്റും അതേപോലെ 4 സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് പ്രോമിസ് ചെയ്യുന്നത്. എന്നാൽ ഈ പുതിയ ബിൽഡിംഗ് ഒക്കെ നമ്മൾ പണിയുന്ന സമയത്ത് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി ഓരോ സാധനം അവൻ്റെ ഇവിടെയൊക്കെ തൂക്കിയിട്ടില്ലേ, അതേപോലെ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്ലോട്ട് വെയേഴ്സ്. ബബിൾ ഷൂട്ടറൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വെക്കാൻ മാത്രം 2 ബബിൾ ഷൂട്ടർ, 2 ബ്ലോക്ക് ബ്ലാസ്റ്റ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മുടെ ഗെറ്റ് ആപ്സും ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഗെറ്റ് ആപ്സ് റിമൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇതൊക്കെ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് ഗെറ്റ് ആപ്സിന് നോട്ടിഫിക്കേഷനൊക്കെ ഓഫ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലീൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടും. അത് ചെയ്യാൻ മറക്കണ്ട. ഇനി 3 കൊല്ലത്തെ അപ്ഡേറ്റ് ഒക്കെ തന്നെങ്കിലും പോക്കോ അല്ലേ, മദർ ബോർഡ് അടിച്ചു പോകില്ലേ എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഐ തിങ്ക് നിങ്ങൾ ഇപ്പോഴും 2020 നിൽക്കുന്നത്. 2020 ആ ഒരു സമയത്ത് ചില ഫോണുകൾക്ക് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായെങ്കിലും അതിനുശേഷം പിന്നീട് അങ്ങനെ മേജറായിട്ടുള്ള ഇഷ്യൂസ് ഒന്നും പറയുന്നത് കേട്ടിട്ടുമില്ല. ആൻഡ് വീഡിയോയുടെ അവസാനത്തിൽ ചെറിയ സർപ്രൈസും കൂടിയിട്ട് അത് ചിലപ്പോൾ നിങ്ങളുടെ പ്രശ്നം, ഈ ഒരു ആശങ്ക ഒഴിവാക്കി തരും. ഗൂഗിൾ ജെമിനി ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ഇതിനകത്ത് പവർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ പിന്നെ താഴെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർക്കിൾ ടു സെർച്ച് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ സഹായിക്കുന്ന AI റൈറ്റിംഗ് അസിസ്റ്റൻ്റ് ഉണ്ട്. ഫോട്ടോ എൻഹാൻസ് ചെയ്യുക, ഫോട്ടോ എൻലാർജ് ചെയ്യുക, എറേസ് ചെയ്ത് കളയുക, റിഫ്ലക്ഷൻ റിമൂവ് ചെയ്യുക എന്നിങ്ങനത്തെ ഉള്ള ഈ പരിപാടികളെല്ലാമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല ഈ ഒരു പ്രൈസ് നമുക്ക് കിട്ടാവുന്ന അത്യാവശ്യം നല്ല ഒരു ഹാപ്റ്റിക്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഏറ്റവും മോശമൊന്നും പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ നല്ലൊരു എക്സ്പീരിയൻസ് തരാൻ പറ്റുന്നൊരു ഹാപ്റ്റിക് മോഡൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് ടാപ്പ് ആൻഡ് പേ അഥവാ NFC-യുടെ സപ്പോർട്ടും ഉണ്ട്. Wi-Fi 7 ആണ്, ബ്ലൂടൂത്ത് 5.4 ആണ്, 15 5G ബാൻഡ് ഉണ്ട്. സോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ കണക്ടിവിറ്റി ഓപ്ഷൻസും നിങ്ങൾക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. ആൻഡ് ബാറ്ററിയുടെ സൈസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബാറ്ററി ലൈഫിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. എന്നാലും നിങ്ങൾക്കൊരു റഫ് ഐഡിയ തരണമെങ്കിൽ ഒരു ഫുൾ ചാർജ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നോർമൽ യൂസർ ആണെങ്കിൽ ഈസിലി നിങ്ങൾക്ക് 1.5 to 2 ദിവസം വരെ നിൽക്കും. ഇനി ഒരു ഹെവി ഗെയിമർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു ദിവസം മുഴുവൻ തള്ളി നിൽക്കാൻ പറ്റും. ശരി, 30,000 രൂപയ്ക്ക് ഇത്ര മാത്രം ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് എന്താണ് ഇതിലുള്ള ക്യാച്ച് എന്ന് ചോദിച്ചാൽ, ഞാനിത് ഉപയോഗിച്ചാൽ എനിക്ക് തോന്നിയ ഒരേ ഒരു ഏരിയ ഇത് കുറച്ചുകൂടി ഒന്ന് സ്ട്രെങ്ത് ആക്കാൻ പറ്റുമെന്ന് തോന്നിയത് ഈ ബാക്കിൽ കാണുന്ന ക്യാമറ മൊഡ്യൂളാണ്. 50 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പ്രൈമറി ക്യാമറ സോണിയുടെ IMX882 ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള സെൻസറാണ്. ഇതിനെടുക്കുന്ന ഫോട്ടോസ് നോക്കി കഴിഞ്ഞാൽ അമ്പോ വാവ് എന്ന് പറയിപ്പിക്കുന്നില്ല, ഈ മോശം എന്ന് പറയിപ്പിക്കുന്നില്ല. ബട്ട് ഡീസൻ്റ്ലി ഒരു ഫോട്ടോ എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളൊരു ഫോണാണ്. പിന്നെ പുല്ല്, ചെടി, പുഷ്പം, പൂമ്പാറ്റയൊക്കെ ഫോട്ടോ എടുക്കുന്നവർക്ക് ഇത് നല്ലൊരു പഞ്ചി ആയിട്ടുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് തരും. ഹ്യൂമൻ സബ്ജക്ട്സിനെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചില ലൈറ്റിംഗ് കണ്ടീഷൻസ് അനുസരിച്ച് നിങ്ങളുടെ സ്കിൻ എന്താണ് കാണുന്നത് എന്നുള്ളതിൻ്റെ ടോൺ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പോർട്രേറ്റ് മോഡ് ഈസ് ഓൾസോ ഫൈൻ. 1x-ലും 2x-ലും നിങ്ങൾക്ക് പോർട്രേറ്റ്സ് ഇത്തരത്തിൽ എടുക്കാനായിട്ട് പറ്റും. ആൻഡ് വീഡിയോ ഡിപ്പാർട്ട്മെന്റിൽ ഇത്തരത്തിൽ സ്മൂത്ത് ആയിട്ടുള്ള 1080p 60 FPS വീഡിയോ എടുക്കാൻ പറ്റും. ആൻഡ് ബാക്ക് ക്യാമറയിൽ മാക്സിമം നിങ്ങൾക്ക് വീഡിയോസ് 4K 60 FPS സ്റ്റേബിൾ ആയിട്ട് ഇത്തരത്തിൽ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ആൻഡ് അൾട്രാ വൈഡ് ക്യാമറയുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് എങ്ങനെയാണോ പെർഫോം വേണ്ടത് അതേപടി പോലെയാണ് ഇത് കാണുന്നത്. സാമ്പിൾസ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇനി ഫ്രണ്ട് ക്യാമറയുടെ കാര്യം നോക്കുവാണെങ്കിൽ സെൽഫി ഫോട്ടോ ഈസ് ഫൈൻ. വേണമെങ്കിൽ നിങ്ങൾക്ക് പുട്ടികളിലൊക്കെ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുള്ള സ്കിൻസ് കിട്ടും. ബട്ട് ഹാർഡ് ലൈറ്റ് ബാക്കിൽ നിന്ന് വരുന്ന സമയത്ത് ഫോട്ടോസ് എടുക്കുമ്പോൾ HDR മാനേജ്മെന്റ് കുറച്ചുകൂടി ഒന്ന് റെഡിയാക്കാനുണ്ട്. ആൻഡ് ഫ്രണ്ട് ക്യാമറ വെച്ച് ഇതേപോലെ 1080p 60 FPS വീഡിയോസ് ആണ് എടുക്കാനായിട്ട് പറ്റുന്നത്. ഇത്ര നല്ല പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ഉണ്ടായിട്ട് ഒരു 4K 30 FPS എങ്കിലും കൊടുക്കാമായിരുന്നു. എന്നാൽ അതിന് വെച്ച ഗെയിമിംഗ് ഫോൺ, അതുകൊണ്ട് ക്യാമറയിൽ അത്ര ഒരു ഫോക്കസ് കൊടുത്തിട്ടില്ല എങ്കിലും ദിസ് ക്യാൻ ബി ഇംപ്രൂവ്ഡ്. ഒരു അപ്ഡേറ്റ് ഒക്കെ കൊടുത്ത് ശരിയാക്കി കഴിഞ്ഞാൽ ക്യാമറ ഡിപ്പാർട്ട്മെന്റിന് കൂടി സെറ്റ് ആവും. ശരി, അപ്പോൾ 31,999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു കിടിലൻ പെർഫോമൻസ് ഉള്ള അല്ല അടിപൊളി എന്താ പറയുക, ഒരു നിങ്ങൾക്ക് ചാർജിനെ പറ്റി ടെൻഷനേ അടിക്കേണ്ട എന്ന് ഉള്ളൊരു ബാറ്ററി ലൈഫ് തരുന്ന പല കിടിലും അത്യാവശ്യം വലിയൊരു സ്ക്രീനൊക്കെ ഉള്ള
നിങ്ങൾക്ക് കാര്യം സാധിക്കാൻ പറ്റുന്ന ഒരു ക്യാമറ ഉള്ള ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സാധനമാണ് ഈ ഒരു പോക്കോ F7. 512GB വേരിയന്റ് 33,999 ആണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പിന്നെ എങ്ങനെയാണ് ഇത് അണ്ടർ 30Kയിലുള്ള നല്ല ഫോൺ ആവുന്നതെന്ന് ചോദിച്ചാൽ ഇന്ന് സെയിൽ ആയിട്ടില്ല, സെയിൽ വരുന്നേ ഉള്ളൂ. ജൂലൈ 1-ാം തീയതിയാണ് ഇതിൻ്റെ ഫസ്റ്റ് സെയിൽ വരുന്നത്. ഇനി ഫസ്റ്റ് സെയിലിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ബാങ്ക് ഡിസ്കൗണ്ട് 2000 രൂപയുടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ബാങ്ക് ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്ത് തന്നെ ഒബ്വിയസ്ലി ഇതിൻ്റെ 250GB വേരിയന്റ് 30Kക്ക് താഴെ വരും. പോക്കോയുടെ ഒരു ഫോണാണല്ലോ, മദർ ബോർഡ് സ്ക്രീൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർക്ക് ടെൻഷൻ ഉണ്ടല്ലോ. അങ്ങനത്തെ ആൾക്കാർ നിങ്ങൾ ഫസ്റ്റ് ഡേ ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ കൂടെ 1 കൊല്ലത്തിൻ്റെ വാറണ്ടി ഉണ്ടല്ലോ. അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് എക്സ്ട്രാ 1 കൊല്ലത്തിൻ്റെ കൂടെ വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യും. ഇനി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡിസ്പ്ലേക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ സ്ക്രീൻ റീപ്ലേസ് ചെയ്ത് കൂടെ തരും. പക്ഷേ ഇത് ഫസ്റ്റ് ഡേ മേടിക്കുന്നവർക്ക് മാത്രമുള്ള പരിപാടികളാണ്. അപ്പോൾ ആ ഒരു ടെൻഷൻ ഒഴിവായി കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ പോക്കോ F7. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻറ്റിലൂടെ അറിയിക്കുക. ആ ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.